കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഔട്ട്റീച്ച് ആയിരുന്നു ശ്രീ സുരേഷ് ഗോപി മന്ത്രിപദം ഏറ്റെടുത്ത ശേഷമുള്ള മടങ്ങിവരവ്. കണ്ണൂരിലേക്കുള്ള പോക്ക്, EK നാരായണ വീട്ടിലേക്ക്, വാടിക്കൽ രാമകൃഷ്ണൻ്റെ വസതിയിലേക്ക്, മാരാർജി സ്മൃതി മന്ദിരത്തിലേക്ക്, ഇവിടെ തൃശ്ശൂരിലെത്തിയപ്പോൾ ശ്രീ K കരുണാകരൻ്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മന്ദിരത്തിലേക്കുള്ള ഒരു സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞവർക്ക് രാഷ്ട്രീയം എന്താണ് സ്വാതി തിരുനാൾ. ഇനി ഞാൻ പോകുന്ന 3-4 ഇടങ്ങളുണ്ട്. അത് ഈ ഓത്ത് അഫർമേഷൻ കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് പോകുന്ന 3 സ്ഥലങ്ങളുണ്ട്. 3 അല്ല, 4-5 സ്ഥലങ്ങളുണ്ട്. അതുകൂടി കാണും. അവിടെ നിങ്ങൾ ജനങ്ങളുടെ വോട്ട് നേടുന്ന യഥാർത്ഥ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം എന്ത് എന്ന് നിങ്ങൾ അറിയും. രാഷ്ട്രീയം എന്നോട് ചോദിക്കരുത്. രാഷ്ട്രീയം ഞാൻ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, പിന്നെ എന്തിനു ഞാൻ പറയണം? കോപ്പറേറ്റീവ് സെക്ടറിനെ കുറിച്ച് പറഞ്ഞു. 2 വാചകങ്ങളാണ് മുഴുവൻ കേട്ടു. 1 മോദീസ് ഗ്യാരണ്ടി, 2 സുരേഷ് ഗോപി ചതിക്കില്ല. കരുവന്നൂരുകാരോട് പറയാനുള്ളത്, കരുവന്നൂർ മാത്രമല്ല, ഞാൻ ആദ്യം 2021 സെപ്റ്റംബർ ഒക്ടോബറിൽ ഞാൻ പോകുന്നത് മാവേലിക്കരയാണ്. നിങ്ങളൊന്ന് അന്വേഷിക്കൂ, മാവേലിക്കരയിൽ എന്താണ് ചതി, വഞ്ചന, കൊലപാതക തുല്യമായ ചതി. അന്വേഷിക്കൂ. ശ്രീജ എന്ന് പറഞ്ഞിട്ടൊരു 10 വയസ്സുകാരൻ്റെ അമ്മ ഇപ്പോഴും കണ്ണീരൊലിപ്പിക്കുന്നുണ്ട്. സൗദിയിൽ ആൾക്കാരുടെയൊക്കെ ഈ ചരങ്ങ് വെച്ച് കെട്ടിയും ഒടിവും ചതവും മാറ്റുന്ന ഒരു നേഴ്സായിട്ട് അവരവിടെ കഴിയുന്നു. അവരുടെ കണ്ണീര് നിങ്ങൾ കാണൂ. ഈ രാഷ്ട്രീയക്കാർ, ഭരണകർത്താക്കളിൽ നിങ്ങൾ ഈ പറയുന്ന മുതലാളിയെ കാണുന്നില്ലേ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണും. എന്തൊരു ആദരവില്ലായ്മയാണ്.